എന്റെ അച്ഛൻ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ആരും കണ്ടു അറിഞ്ഞതാണ് ഞാൻ. അത് എനിക്കൊരു വാശിയുണ്ട്. എന്റെ അച്ഛൻ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ അച്ഛൻ ഞാൻ കഷ്ടപ്പെടുത്തില്ല എന്നൊരു എനിക്കൊരു വാശിയുണ്ടായിരുന്നു. ദൈവം കൊണ്ടുന്ന ഒരു ഭാഗ്യമാണ് എനിക്ക് അഭിനയിക്കാന്നുള്ളത്. അത് ഞാൻ ഒരിക്കലും കളയാതെ ഞാൻ ഇവിടം വരെ എത്തി കഷ്ടപ്പെട്ടിട്ട്. ഇതൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ചുമ്മാ വീട്ടിൽ നിന്ന് നമുക്ക് വരുന്നതല്ല. ഈ പൈസ ആണെങ്കിൽ നമുക്ക് അഭിനയിക്കാൻ ആൾക്കാർ വിളിക്കുന്നതൊക്കെ നമ്മൾ അതിലോട്ട് ഇറങ്ങണം, ഹാർഡ് വർക്ക് ചെയ്യണം. എനിക്ക് 2 സർജറി ഉണ്ട്. എനിക്ക് ഈ മൂക്കിന്റെ സർജറി ഉണ്ട്, വയറിൽ സിസ്റ്റ് ഉണ്ട്, എന്റെ അച്ഛന്റെ കാലിന്റെ മൂക്കിന്റെ സർജറി, എല്ലാം കളയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പേടിയാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ. പോയെങ്കിൽ മതിയായിരുന്നു. എത്ര നല്ല കണ്ടസ്റ്റന്റ് പോയി, ഞാൻ പോവായിരുന്നു. പിന്നെ പ്രേക്ഷകർക്ക് പറയുന്നത് എനിക്ക് ഓട്ടോ ഒന്നും ചെയ്യണ്ടായിരുന്നു, വീട്ടിലെത്തിയാൽ മതി. നമസ്കാരം. അങ്ങനെ പട്ടണ ഗേൾസ് അടിച്ചു പിരിഞ്ഞിരിക്കുന്നു. നല്ലത് തന്നെയാണ്. അനുമോൾക്ക് സംഭവിച്ചത് നല്ലത് തന്നെയാണ്. ഇപ്പോ അനീഷുമായിട്ട് ഇരുന്നു കൊണ്ട് തന്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ അനീഷ് പറയുന്നു, പൊട്ടിക്കരയുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് അനീഷ് അല്ല ഈ പറയുന്ന അനുമോളെ ഇഷ്ടപ്പെടുന്നവരാർക്കും അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഞാൻ 12 വയസ്സ് മുതൽ ഞാൻ സഹിച്ചു വരുന്ന വേദനകൾ, ത്യാഗങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പ്രശ്നം മറ്റൊന്നുമല്ല, വെസൽ കഴുകുന്നില്ല എന്നൊരു പ്രശ്നമാണ് ഇവിടുന്ന്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ പിന്നെ പറയാം, ആരുടെ ഭാഗത്താണ് ശരി. ഒന്ന് പറയാം, ആ വെസൽ കഴുകാനുള്ളത് അനുമോളല്ല. ഉച്ചയ്ക്ക് വന്ന വെസൽ കഴുകാനുള്ളത് അക്ബറും ഈ പറയുന്ന ആരാണ് നെവിനുമാണ് അത് കഴുകാനുള്ളത്. ഇവൾ പറയുന്നുണ്ട് രാത്രി ഞാൻ എന്ത് ചെയ്യാം, ഫുൾ വെസൽ അക്ബർ വരാതെ ഞാൻ കഴുകാമെന്ന് പറയുന്നുണ്ട്. ഇവളുടെ ഡ്യൂട്ടി ഉച്ച വരെ കിച്ചൺ ആയിരുന്നു. കിച്ചന്റെ ഡ്യൂട്ടി അവൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇറങ്ങുന്നത്. അപ്പൊ കിച്ചണിൽ നിന്ന് വരുന്ന വെസൽസ് കഴുകാനുള്ളത് ആ നിലവിൽ അപ്പോൾ ഉണ്ടായിരുന്ന വെസൽ ടീമാണ്. മനസ്സിലായോ? അതുമല്ല, പിന്നീട് ചായ ഇട്ട പാത്രം ഉണ്ട്. ആ ചായ ഇട്ട പാത്രം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം, അക്ബർ കഴുകട്ടെ. അക്ബർ 2-3 പാത്രയിലേ ഉള്ളൂ, അക്ബർ കഴുകട്ടെ. എന്ത് ചെയ്തു, യമൾ പറയുന്നത് നീ രാത്രി വരണം, രാത്രിയാണ് വെസൽ ഏറ്റവും കൂടുതൽ വരുന്നത്, രാത്രി മൊത്തം വെസൽ ഞാൻ കഴുകാമെന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ ഒരു ഈ പറയുന്ന കൂടെ നിൽക്കുന്ന അറ്റച്ചങ്കുകളായ അവര് തന്നെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രാവിലത്തെ വഴക്കിലും നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ പറയുന്ന ആദിലെ എന്തുമാത്രം അനാവശ്യങ്ങളാണ്. ഒരു ഫ്രണ്ടിനെ എന്ന് മാത്രമല്ല ഒരു ശത്രുവിന് പോലും പറയാൻ പറ്റാത്ത കുത്തുവാക്കുകളാണ് പറഞ്ഞത്. ഇത് അവൾക്ക് നല്ല രീതിയിൽ സെറ്റാവുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന ആരാണ്, ഈ പറയുന്ന നൂറ, നീ പോയി വെസൽ കഴിവെന്ന് പറയുമ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ രാത്രി കഴുകിക്കോളാം എന്ന് പറയും. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ നിനക്ക് പിന്നെ വിലയില്ല, നീ ആര് മറ്റവളോ, നീ PR-ന്റെ ബലത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇവള് ഇത് എന്റെ സുഹൃത്തുക്കൾ തന്നെ എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചല്ലോ എന്നുള്ളൊരു വിഷമത്തിന്റെ പുറത്ത് ഇവള് പറയുന്നു, നീ ഇവിടെ എന്താണ് ഫൈനൽ 5-ൽ വന്നുള്ള അഹങ്കാരമല്ലേ നീ ഇവിടെ കാണിച്ചത് എന്ന് തുടങ്ങിയ സംഭവമാണ്. പിന്നെ ആൾക്കാർ കുവേന്നും പറഞ്ഞു പോകും. നമുക്കറിയാം എപ്പോഴെങ്കിലും ഈ പറയുന്ന അനുമോളിനെതിരായിട്ട് ഒരു വിഷയം വരുമ്പോൾ ആൾക്കാർ കുവേന്നാണ് കൂട്ടത്തോടെ പോകും. നമ്മൾ എവിടെ പോയാലും അവിടെ പോയി പിന്നെ ബീൻ ബാക്കിട്ട് അവിടെ മഴയത്ത് പോലും കുട പിടിച്ചുകൊണ്ട് അവിടെ വേക്കയിൽ നടന്ന് പ്രാഗൽ എന്ന് വെച്ചാൽ അങ്ങേ അറ്റത്തെ പ്രാഗലാണ് ഈ രണ്ടുപേരും ചെയ്തത്. അതിനുശേഷം എല്ലാവരും പോയതിനു ശേഷം അവിടെ ഒരേ ഒരു ആട് മാത്രമാണ് ഈ അനുമോളുടെ കൂടെ, അത് അനീഷാണ്. അനീഷ് പറയുന്ന വളരെ പക്കായിട്ടുള്ള കാര്യങ്ങൾ അനീഷോട് പറയുന്നുണ്ട്. എന്നിട്ട് അനീഷിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾക്കാം. പോയെങ്കിൽ മതിയായിരുന്നു. എത്ര നല്ല കണ്ടസ്റ്റന്റ് പോയി, ഞാൻ പോവായിരുന്നു. പിന്നെ പ്രേക്ഷകർക്ക് പറയുന്നത് എനിക്ക് ഓട്ടോ ഒന്നും ചെയ്യണ്ടായിരുന്നു, വീട്ടിലെത്തിയാൽ മതി എന്നിറങ്ങി. എനിക്ക് ഏതെങ്കിലും സീരിയൽ ചെയ്തോ വർക്ക് ചെയ്ത് ഞാൻ ജീവിച്ചോളാം. കിട്ടുന്ന പൈസ എനിക്ക് എന്ന് കഴിഞ്ഞു പോകാനുള്ള പൈസ ഉണ്ട്, അത് മതി. അതൊക്കെ സീരിയലിൽ എനിക്ക് കിട്ടും മാസം, അതെനിക്കറിയാം. സീരിയലോ വെബ് സീരീസോ എന്തെങ്കിലും ചെയ്ത് ഞാൻ ജീവിക്കും ചേട്ടാ. അനുമോള് പറയുന്നത്, പ്രേക്ഷകരെ എനിക്ക് നിങ്ങൾ ഇനി ആരും വോട്ട് ചെയ്യേണ്ട, എനിക്ക് മതിയായി, എനിക്ക് തൃപ്തിയായി, എനിക്കിനി ഇവിടെ നിന്ന് പോയാൽ മതി. അത്രയ്ക്കും ആത്മാർത്ഥമായ സ്നേഹിച്ച സുഹൃത്തുക്കളിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ്. അവിടെയൊക്കെ അക്ബറിനെ സമ്മതിച്ചു കൊടുക്കണം. എന്തൊക്കെ വന്നാലും കൂടെ നിൽക്കുന്നവരെ ചതിക്കില്ല, ഒട്ടുമില്ല. അതായത് ഈ ആദിലയുടെയും നൂറയുടെയും കേസ് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആദില കൂടെ നിൽക്കുന്നവരുടെ അടുത്താണ് കൂടുതൽ റൈസ് ആവുന്നത്, അവരെയാണ് കൂടുതൽ പ്രാകുന്നത്, അവരെയാണ് കൂടുതൽ കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ മറ്റാരുടെ അടുത്തെങ്കിലും ആണെങ്കിൽ ഇത്ര ഇല്ല. അവിടെയൊക്കെ അക്ബറും ഈ പറയുന്ന ടീം എന്ന് അവരുടെ കൂടെ നിൽക്കുന്നവർ അവൻ പ്രൊട്ടക്ട് ചെയ്യും. അതിൽ ഞാൻ അക്ബറിനെ സംബന്ധിച്ചു. പക്ഷെ ഇത് ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല. കഴിഞ്ഞ വീക്കെൻഡിലെ ലാലേട്ടൻ വന്നവരെ പറഞ്ഞു, എന്താണ് നിങ്ങൾ അന്നൊരു ആ വിഷയം നടന്നു, നിങ്ങളുടെ കൂട്ടുകാരികൾ എവിടെയായിരുന്നു, നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ലയോ എന്ന്. അതായത് അപ്പോൾ അനുമോൾ എന്താ പറഞ്ഞത്, അത് എപ്പോഴും അങ്ങനെയാണ്, അവരുടെ കാര്യം വരുമ്പോൾ മാത്രമേ അവർ കാണുള്ളൂ, എനിക്കൊരു കാര്യം വരുമ്പോൾ അവർ കാണത്തില്ല. കാരണം അവിടെ നമ്മൾ സംഭവിക്കുന്ന അന്നത്തെ വിഷയത്തിൽ അവൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എല്ലാവരും കൂടി അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവളുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു നടക്കുന്ന
സോ കോൾഡ് ഫ്രണ്ട്സ് അപ്പുറത്തെ കട്ടിൽ നിന്ന് മാറിയിരുന്നു നോക്കുക, അതൊന്ന് പിടിക്കുകയോ പിടിച്ചു മാറ്റി ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു വിഷമം അവൾക്കുണ്ട്. അടുത്തത്, എന്റെ അച്ഛൻ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ആരും കണ്ടു അറിഞ്ഞതാണ് ഞാൻ. അത് എനിക്കൊരു വാശിയുണ്ട്, എന്റെ അച്ഛൻ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ അച്ഛൻ ഞാൻ കഷ്ടപ്പെടുത്തില്ല എന്നൊരു എനിക്കൊരു വാശിയുണ്ടായിരുന്നു. ദൈവം കൊണ്ടൊരു ഭാഗ്യമാണ് എനിക്ക് അഭിനയിക്കാന്നുള്ളത്. അത് ഞാൻ ഒരിക്കലും കളയാതെ ഞാൻ ഇവിടെ വരെ എത്തി കഷ്ടപ്പെട്ടിട്ട്. ഇതൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ചുമ്മാ വീട്ടിൽ നിന്ന് നമുക്ക് വരുന്നതല്ല. ഈ പൈസ ആണെങ്കിലും നമുക്ക് അഭിനയിക്കാൻ ആൾക്കാർ വിളിക്കുന്നതൊക്കെ നമ്മൾ അതിലോട്ട് ഇറങ്ങണം, ഹാർഡ് വർക്ക് ചെയ്യണം. കേൾക്കാൻ തുടങ്ങിയാണ് PR എന്നൊക്കെ. PR പൈസ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് എന്റെ കടങ്ങൾ തീർത്തൂടെ? എനിക്ക് എന്റെ കാര്യമൊക്കെ വീട്ടിയിരുന്നൂടെ? ഞാൻ ഇന്ന് എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ ഇവിടെ വിളിച്ചപ്പോ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരാന്ന്. ഞാൻ അടുത്ത സീസണിൽ എന്നെ വിളിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ചിലപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. എനിക്ക് 2 സർജറി ഉണ്ട്. എനിക്ക് ഈ മൂക്കിന്റെ സർജറി ഉണ്ട്, വയറിൽ സിസ്റ്റ് ഉണ്ട്, എന്റെ അച്ഛന്റെ കാലിന്റെ മൂക്കിന്റെ സർജറി, ഇതെല്ലാം കളയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാലിന്റെ മുട്ടിന്റെ ചെട്ട മാറ്റി വെക്കുന്നത് 4 ലക്ഷം രൂപ. മാസം ലോൺ അടയ്ക്കുന്നത് 30 ലക്ഷം രൂപയുടെ ലോണ്. അത് ഞാൻ വെച്ചിട്ടാണ് എനിക്ക് ചേച്ചിക്ക് ലോൺ കിട്ടിയിരിക്കുന്നത്. അതിനാണ് ട്രിവാൻഡ്രത്തൊരു വീട് വെച്ചത്. അത് ഞാൻ അടയ്ക്കണം. ഇതുവരെ ഒരു മനുഷ്യൻ ഇത് അറിയിച്ചിട്ടില്ല. എന്റെ വീട്ടിലുള്ളവർക്ക് മാത്രമേ കാര്യങ്ങൾ അറിയാവൂ. ആരറിയിക്കാൻ ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടമില്ല ആരറിയിക്കുന്നത്. ഇപ്പോ അനുമോള് അവിടെ നിന്ന് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു. അവളെ ഇപ്പൊ ഇന്ന് തന്നെ ഒരു കാറ് വാങ്ങിച്ച കേസ് ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാറിന്റെ കേസ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു എങ്ങനെയാണ് അവളെ കൊണ്ട് കാറ് വാങ്ങിപ്പിച്ചതെന്ന്. ആ ഒരു സാധനം ഇതുവരെ ഇന്ന് രാവിലത്തെ ആ ഒരു ടാസ്കിൽ ഈ പറയുന്ന അനുമോൾ ഇത് പറയുന്നു, അതുവരെ എടുത്ത് ആയുധമാക്കുന്നു. ഇവരുടെ കൂടെ സോ കോൾഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ഈ ആദ്യം എന്തൊക്കെ വിളിച്ചു പറഞ്ഞു, നിന്റെ കൂടെ നിൽക്കാൻ ഇതൊന്നും നിന്റെ കാറ് കണ്ടിട്ടോ, നിന്റെ പണം കണ്ടിട്ടോ, നിന്റെ അമ്മയും അച്ഛനെയും കണ്ടിട്ടോ, പിന്നെ വേറെ എന്തോ തെറിയാണോ അത് മ്യൂട്ടാക്കുന്നുണ്ട്. അപ്പൊ അമ്മാതിരി രീതിയിൽ. കാരണം എവിടെ പറയേണ്ട 12 എന്റെ അച്ഛനൊരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. അവിടെ നിന്ന് ഇതുവരെ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയാം. സങ്കടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മാതിരിയാണ് അവിടെയുള്ള ആ ഒരു ഈ സംഭവം നടക്കുന്നത്. ഇതിൽ എന്തിനാണ് ഇത്രയും ഈ കൊച്ചിനെ ഇങ്ങനെ കടന്ന് എല്ലാവരും കൂടി ഇട്ട് ചേതോദം ചെയ്യുന്നത് എനിക്കറിയില്ല. അതായത് അനുമോൾക്കെതിരായിട്ട് ഒരു സംഭവം ഏറ്റവും കൂടുതൽ അക്ബറൊക്കെ അവിടെ ഇരുന്ന് മൂട്ടി എടുക്കുന്നുണ്ട്. മനസ്സിലായോ? അക്ബർ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ, അതായത് അക്ബർ ഇവള് പറഞ്ഞു അവള് പറഞ്ഞെന്താണ്, നീ PR ബലത്തിലല്ലേ ഇവിടെ നിൽക്കുന്നത്, സ്വന്തം സുഹൃത്തുക്കൾ, ഇത് തെറ്റാണ്, സുഹൃത്തുക്കൾ തന്നെ പറയുമ്പോൾ അത് ഹേർട്ടാവും. അപ്പൊ ഇവളെ ഏച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പൊ അഹങ്കരിക്കുന്നത് നീ ടോപ്പ് 5 ആയതല്ലേ എന്ന് പറയുമ്പോൾ എന്നിട്ട് അവളങ്ങ് പോവുകയാണ്. അപ്പൊ അവൾക്കത് വലിയ ഫീൽ ആയില്ല. പക്ഷെ അക്ബർ അവിടെ നിന്ന് പറയില്ലേ, ഇത് PR ബലമല്ല, ഇത് അവള് നിന്നെ ആട്ടിയിട്ട് പോകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് പറയുകയാണ്. മനസ്സിലായോ? പറഞ്ഞാൽ തീരത്തില്ല. ആ ലെവലില് എല്ലാരും കൂടി വന്ന് കസാരയിട്ട് ഈ പറയുന്ന എന്താണ് ഈ കൊടയിൽ മഴയത്ത് കൊണ്ടുവന്ന് കൊടയും പിടിച്ചുകൊണ്ട് ആ പെൺകൊച്ചിന്റെ ബാക്കിലേ നടന്ന് അങ്ങ് ആട്ടിത്തള്ളയാണ്. ഇനി പറയാനോ പ്രാകാനോ ഒന്നുമില്ല. സ്വന്തം സുഹൃത്തുക്കൾ തന്നെയാണ് ഈ കിടന്ന് ബാക്കിലേ നടന്ന് ഈ പ്രാകുന്നത്. മനസ്സിലായോ? അവളെ പറയാൻ വിടില്ല. നീ പറയടി നിന്റെ വാ അടഞ്ഞു പോയി, നീ ആട്ടക്കാരി, നീ ആട്ടക്കാരി, നീ PR ബലത്തിലല്ലേ നിൽക്കുന്നത് എന്നും. ഇത് സുഹൃത്തുക്കളാണെന്നേ പറയുന്നത്. സുഹൃത്തുക്കൾ പറയുമ്പോൾ എവിടെ എങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതിന്റെ കൂടെ അവർക്ക് സംഭവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിനിടയിൽ അനീഷ് വന്ന കാര്യം പറയാൻ ശ്രമിക്കുന്നു. ആ വെസൽ കഴുകാനുള്ള യഥാർത്ഥം പറഞ്ഞ അനുമോളല്ല, അവരാണ്. അപ്പോഴൊക്കെ നൂറ് അത് വിട്ടുകൊടുക്കും. നൂറ് അത് കേൾക്കാൻ വേണ്ടി തയ്യാറല്ല. അത് വിട്, ഇത് വിട്, അതിനെ അങ്ങോട്ട് സൈഡ് മാറ്റി അവസാനം ഉച്ചത്തെ പാത്രം ഇല്ല എന്ന് വരെ ആക്കി. ഉച്ചത്തെ പാത്രമല്ല അവിടെ കിടക്കുന്നത്, പിന്നീട് വൈകിട്ട പാത്രമാണ് എന്ന് കന്ന് വരെ ആക്കി. അപ്പൊ അനീഷ് പറയുന്നത് ഇല്ല, ഞാൻ കണ്ടതാണ്, ഉച്ചത്തെ പാത്രം അവിടെ ഉണ്ട്. ശരി, ഓക്കെ, വൈകിട്ടത്തെ പാത്രമാണ്, ആ പറയുന്ന ചായ പാത്രമാണ് എങ്കിൽ അത് അക്ബറിന്റെ അടുത്ത് കഴിയാൻ നൂറയ്ക്ക് പറയാൻ പറ്റത്തില്ലേ? എന്തുകൊണ്ട് അക്ബറിനെ കുറിച്ച് സംസാരിക്കുന്നില്ല? അക്ബറിന്റെ അടുത്ത് പറയണം, നിങ്ങളത് ക്ലിയർ ആക്കുക. നീ എന്തിനാ ചെന്ന് അവിടെ നീ അക്ബറല്ലേ ക്യാപ്റ്റൻ, അക്ബറിന്റെ നിങ്ങളുടെ വെസൽ ടീമിന്റെ ക്യാപ്റ്റനാണ്, നിങ്ങൾ അത് ക്ലിയർ ആക്കണം എന്ന് പറയുന്നതിന് പകരം എന്തിനാ ഈ അനുമോളുടെ പുറത്ത് ചേർന്ന്? അത് വൈരാഗ്യമല്ലേ? രാവിലെ നടന്നതിന്റെ നിങ്ങൾ വാശി തീർത്തിയില്ലേ? നിങ്ങൾ പകരം വീട്ടിയതല്ലേ? വളരെ സിമ്പിൾ ആണ് നൂറ, വളരെ സിമ്പിൾ ആണ്. താങ്കൾ അത് പകരം വീട്ടുക, അല്ലെങ്കിൽ താങ്കൾ പറയാനുള്ളത് എന്താണ്? ക്യാപ്റ്റന്റെ അടുത്താണ് പറയാനുള്ളത് അല്ലേ? അപ്പൊ ക്യാപ്റ്റൻ വന്ന് എന്ത് ചെയ്യും? അനുമോളോട് സംസാരിക്കാം. അപ്പൊ അനുമോൾ പറയും, നിങ്ങൾ കാര്യം ചെയ്യും, ഈ പാത്രം നിങ്ങൾ ഇപ്പോഴത്തെ ചായ പാത്രം നിങ്ങൾ കഴിക്കോ, വൈകിട്ട് ഞാൻ മൊത്തം കഴിയാൻ നിങ്ങൾ വരണ്ട. ഈസി അല്ലേ അവനെ? ആ കൂടി 10 മിനിറ്റിന്റെ കഴിയുകയുള്ളൂ. വൈകിട്ടാണെങ്കിൽ ഒരു ലോഡ് കാണും. ഇതൊന്നും മനസ്സിലാക്കാതെ എല്ലാം കൂടി
എല്ലാരും കൂടി അതിന്റെ തലയിലെടുത്ത് അങ്ങ് കയറുകയാണ്. PR അക്ബർ അക്ബറിന്റെ ഏറ്റവും വലിയ PR അക്ബർ എന്ന് അറിയുന്നില്ല. ഇവിടെ എല്ലാവർക്കും എല്ലാം അറിയാമെന്ന്. ഏറ്റവും കൂടുതൽ അക്ബറിന്റെ PR ആണ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ എത്രയോട്ടം പറഞ്ഞിട്ടുണ്ട്, അക്ബറിന്റെ PR നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും PR ഉണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ അക്ബർ തന്നെ ഇത് കേട്ട് പറയുകയാണ്. അതായത് PR ഉണ്ടായിട്ടും നമുക്കവിടെ പിടിച്ചേക്കാൻ പറ്റുന്നില്ല എന്നൊരു സംഭവമാണ്. പുറത്തിറങ്ങിയവരെ ഉൾപ്പെടെ പറഞ്ഞാൽ കൂടി ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രേക്ഷകർ തന്നെ ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ, ഈ പെൺകൊച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ഒരേ ഒരു കാര്യം ഇതാണ്, എല്ലാവരും കൂടി അതിനായിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കാണുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്ത് പോകുന്നു. അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ അതിനെ PR എന്ന് വിളിക്കോ എന്ത് തേങ്ങ വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.